പാകിസ്ഥാൻ ടി വി ആഘോഷിക്കുകയാണ്. ഈ കള്ളന്മാർ, ഈ രാജ്യദ്രോഹികൾ, ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, ഈ പാവപ്പെട്ട 26 നിരപരാധികളായ സ്ത്രീകളെ വിധവകളാക്കിയ ഈ കൊടും ക്രൂരതയെ അനുകൂലിക്കുന്ന, ഈ കൊടും ക്രൂരതയോടൊപ്പം നിന്ന് ഷഹീദ് അഫ്രീദിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പാകിസ്ഥാനെ സ്വീകരിച്ചതിന് തുല്യമാണ്. ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇവനൊക്കെ കേരളത്തിലേക്ക് എന്തെങ്കിലും വന്നാൽ, ഇതിൻ്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ വിവേക്, അവനെയൊക്കെ ഞങ്ങൾ ഓടിച്ചിട്ടടിക്കും. ആ ഒരു നിലവാരത്തിലേക്ക് ഈ കേരളം മാറും. ഇത് കേരളമാണെന്ന് ആഘോഷിക്കുന്ന ഇടതുപക്ഷം ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യാൻ വരും, ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാൻ വരും. പക്ഷെ രാജ്യസ്നേഹികൾ ഈ നാട്ടിലുണ്ട്. രാമചന്ദ്രന്റെ മകൾ അടക്കമുള്ള അവരെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ കേരളീയരായിട്ടുള്ള രാജ്യസ്നേഹികളുണ്ട്. ഓടിച്ചിട്ടടിക്കും. അവിടെ താമസിച്ചോട്ടെ, ഇനി വേണ്ട. അവൻ്റെ കുടുംബത്തെ പറ്റിയും അവൻ്റെ കുടുംബത്തെ ആൾക്കാരെ പറ്റിയും അവനടക്കമുള്ള ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ചിന്തിക്കാൻ വേണ്ടി ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വിടില്ല എന്ന് യാതൊരു സംശയവുമില്ല. രാജ്യസ്നേഹികൾക്ക് ഏറെ അപമാനമുണ്ടാക്കുന്ന, മലയാളികൾക്ക് അപമാനമുണ്ടാക്കുന്ന പ്രസ്താവനയും മലയാളികൾക്ക് അപമാനമുണ്ടാക്കുന്ന സ്വീകരണവുമാണ് അവർ നടത്തിയത്. ഇവരെ ഇനി കേരളത്തിൽ വേണ്ട. നമസ്കാരം സാർ, ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള ഷഹീദ് അഫ്രീദിയെയും അതോടൊപ്പം തന്നെ ഉമ്മർ ഗുലിനെയും മലയാളികൾ സ്വീകരിച്ച് ദുബായിൽ വെച്ച് പുരസ്കാരമെല്ലാം കൊടുത്ത് വലിയ സന്തോഷിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഭീകരവാദികളെ പോലെ തന്നെ സംസാരിക്കുന്ന ആളുകളാണ് ഈ രണ്ട് വ്യക്തികളും, പ്രത്യേകിച്ച് ഷഹീദ് അഫ്രീദി. ഇന്ത്യൻ സൈന്യത്തെ വളരെ മോശമായിട്ട് യൂസ്ലെസ്സുകൾ എന്നെല്ലാം പറഞ്ഞ് നമ്മളെ എത്രത്തോളം പ്രകോപിപ്പിക്കാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ മലയാളികളുടെ മനസ്സ് ആർക്കൊപ്പം? ഇവരെ മലയാളികൾ എന്ന് പറയുന്നത് തന്നെ മലയാളികൾക്ക് അപമാനമാണ്. കാരണം പഹൽഗാമിലെ കൂട്ടക്കുരുതി ഇന്ത്യക്കാർ ചെയ്തതാണ്. അത് ഇന്ത്യക്കാർ ചെയ്ത് ഇന്ത്യൻ ഭീകരവാദികൾ അഥവാ ഇന്ത്യൻ ഭീകരതയാണ് നിലവിലുള്ളത്. ഇന്ത്യക്കാർ ചെയ്ത് പാകിസ്ഥാന്റെ തലയിൽ വെച്ചതാണ്. പാകിസ്ഥാനല്ല ഭീകരവാദം നടപ്പാക്കുന്നത്, ഇന്ത്യയാണ് എന്ന് പറഞ്ഞ ആളാണ് ഷഹീദ് അഫ്രീദി. അദ്ദേഹം ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയർ ആവാം, പക്ഷെ അദ്ദേഹം ഒരിക്കലും ഭാരതത്തിനോട് ചേർന്ന് നിൽക്കുന്നില്ല. അദ്ദേഹം പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്നു, അതിന് വിരോധമില്ല. പാകിസ്ഥാനോട് ആ രാജ്യത്തിൻ്റെ ഒരാൾ ചേർന്ന് നിൽക്കുന്നതിൽ വിരോധമില്ല. പക്ഷെ അദ്ദേഹം ഭീകരവാദികളുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഭീകരവാദികളോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അദ്ദേഹം ഭീകരവാദികളുടെ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാകിസ്ഥാനിയുടെ ഭീകരവാദികളുടെ സമീപനം പാകിസ്ഥാൻ ഭീകരവാദിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. എവിടെ വന്നിട്ട്? ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്. ദുബായിലെ പാകിസ്ഥാൻ ഹാളിൽ ഇന്ത്യൻ സമൂഹം നടത്തിയ, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള കേരളീയർ നടത്തിയിട്ടുള്ള ഒരു പരിപാടി, ആ പരിപാടിയിൽ അവർ സ്വാഗതം ചെയ്ത് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഷഹീദ് അഫ്രീദി ഇന്ത്യൻ സൈന്യം യൂസ്ലെസ് ആണെന്നും ഇന്ത്യൻ സൈന്യം ഇൻഎഫിഷ്യൻ്റ് ആണെന്നും പഹൽഗാമിലെ കൂട്ടക്കുരുതി ചെയ്തത് ഇന്ത്യയാണെന്നും ഇന്ത്യയാണ് ഭീകരവാദം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും പറഞ്ഞ വ്യക്തിയെ ഒരു കാരണവശാലും, ഒരു മലയാളിയല്ല, ഒരു കാരണവശാലും ഒരു ഇന്ത്യക്കാരനും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഭീകരവാദിയെ, ഇന്ത്യൻ മണ്ണിലെ കൂട്ടക്കുരുതിയെ അനുകൂലിച്ച, പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഷഹീദ് അഫ്രീദിയെ പോലെയുള്ള ആ പാകിസ്ഥാൻ ഭീകരവാദിയെ വേദിയിൽ കൊണ്ടുവന്ന് അദ്ദേഹം ആ വേദിയിൽ വന്നതിൽ ഞങ്ങളേറെ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ മലയാളികൾ ആയിട്ടുള്ള വിവേകടക്കമുള്ള, വാണിയടക്കമുള്ള ഒരെണ്ണത്തിനെയും ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഇനി കയറ്റാൻ പാടില്ല. എന്ന് മാത്രമല്ല, അവരൊക്കെ രാജ്യസ്നേഹികൾ. ഒരിക്കൽ വന്നാൽ ഇവന്മാരെ ഒക്കെ തുറുങ്കിലടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഇങ്ങനെ വിളിക്കുന്നത്? ഈ സംഘടനയുടെ പേര് ക്യൂബ അസോസിയേഷൻ എന്നാണ്. ക്യൂബ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സംഘടനയുടെ പിന്നിൽ എന്താണെന്ന്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ആണ്. എങ്കിൽ പോലും അതിന് ക്യൂബ എന്ന് പേരിടുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതൊരു ഇടത് ജിഹാദി സംഘടനയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഈ ഇടത് ജിഹാദികൾക്കാണല്ലോ പാകിസ്ഥാനോടുള്ള പ്രേമം, ഇടത് ജിഹാദികൾക്കാണല്ലോ പാകിസ്ഥാൻ്റെ DNA ഉള്ളത്. അതുകൊണ്ടാണല്ലോ MA ബേബിയും, അതുകൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട പല ആളുകളും ഈ പഹൽഗാം കൂട്ടക്കുരുതിയിൽ, ഈ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന മീഡിയ വൺ അടക്കമുള്ള ആളുകൾ എപ്പോഴും പഹൽഗാമിൽ ഭാരതത്തെ പ്രതിക്കൂട്ടിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ ആക്രമിക്കേണ്ട, സമാധാനം മതി എന്ന് പറഞ്ഞ ഈ ഇടത് ജിഹാദി കൂട്ടുകെട്ട് നടത്തിയ ചർച്ച നമുക്കറിയാം. ഇന്നത്തെ നിലമ്പൂരെ സ്ഥാനാർത്ഥി, അദ്ദേഹം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ
ഈ പഹൽഗാമിലെ അക്രമം ഉണ്ടായപ്പോൾ 26 പേരെ കൂട്ടക്കുരുതി ചെയ്തപ്പോൾ മിണ്ടാതിരുന്ന ആ വ്യക്തി പാകിസ്ഥാനെ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ തിരിച്ചടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയ്യോ സമാധാനം സമാധാനം എന്ന് പറഞ്ഞത്, ഇതൊക്കെ ഈ ഇടത് ജിഹാദി ബന്ധമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. ഇവരുടെയൊക്കെ പാസ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് യാതൊരു സംശയവുമില്ല ക്യാൻസൽ ചെയ്യണം. കാരണം ഇന്ത്യൻ ഗവൺമെന്റിന്റെ പാസ്പോർട്ടായിട്ടാണല്ലോ ഇവനൊക്കെ ദുബായി പോയിരുന്നിട്ട് ഈ വേഷം കെട്ട് കാണിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്, NIA വെളിവിട്ട ഇൻഫർമേഷൻ അനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും ഇരുന്ന് ഭീകരവാദികളോടൊപ്പം സഖ്യം ചേർന്ന് ഏതാണ്ട് 13,000 ആളുകൾ പല സ്ഥലങ്ങളിലിരുന്ന് ഇന്ത്യയെ ഇല്ലാതാക്കാൻ, പാകിസ്ഥാനെ സഹായിക്കാൻ, തീവ്രവാദികളെയും ഭീകരവാദികളെയും സഹായിക്കാൻ അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് എന്തോ ഒരു അലർജിയാണ്. അവർക്ക് ഇന്ത്യയെ ഇങ്ങനെ വിഭജിക്കണം. അതുകൊണ്ടാണല്ലോ കാശ്മീർ മാങ്കേ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം പണ്ട് ഇവര് നമ്മുടെ JNUവിൽ ഉയർത്തിയത്. കാശ്മീർ മാങ്കേ ആസാദി, കേരള മാങ്കേ ആസാദി. എന്തിന്? കൊല്ലം മാങ്കേ ആസാദി എന്ന് പറഞ്ഞിട്ട് ആ JNUവിലെ ഒരു സ്ത്രീ കൊല്ലത്ത് വന്നിട്ട് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പം കൊല്ലം മാങ്കേ ആസാദി എന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രാജ്യത്തെ വിഭജിക്കുക എന്ന് വെച്ചാൽ കൊല്ലത്തിന് സ്വാതന്ത്ര്യം വേണം, കേരളത്തിന് സ്വാതന്ത്ര്യം വേണം, കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം, വിഭജിക്കപ്പെടട്ടെ, ഇന്ത്യ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത് ഈ ഇടത് ജിഹാദികളാണ്. ഇതിന്റെ ഉത്ഭവത്തിൽ തന്നെ ഇവരുടെ DNA ഈ ഇന്ത്യ വേണ്ട എന്ന കാഴ്ചപ്പാടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് 1921-ലാണ്. ആ 21-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കണ്ടിൽ വെച്ചാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവത്തിന്റെ തുടക്കം താഷ്കണ്ടാണ്. ആ താഷ്കണ്ടിലേക്ക് പോയ ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് തുർക്കിയിലേക്ക് ഈ തുർക്കി തന്നെയാണ് ഇന്ന് പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കുന്നത്. ഈ തുർക്കിയിലേക്ക് പോയ ഒരു വിഭാഗം ആളുകളെ റഷ്യയിലെ താഷ്കണ്ടിൽ തടഞ്ഞു നിർത്തിക്കൊണ്ടാണല്ലോ MN റോയി അടക്കമുള്ള ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ തന്നെ അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട. അപ്പൊ ഇവരും പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇന്ത്യ വേണ്ട. അങ്ങനെ ഇന്ത്യ വേണ്ടാത്തവരുടെ ഒരു സഖ്യം. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഉണ്ടായത് 1925 ലക്നൌവിലാണ്. ആ ലക്നൌവിലെ ആദ്യത്തെ സമ്മേളനം സംഘടിപ്പിച്ച വ്യക്തിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അയാളെ MN റോയ് തല്ലല്ലേ, സത്യഭക്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ തല്ലിയിറക്കുകയാണ് ആ വേദിയിൽ നിന്ന്. കാരണം എന്താ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എഴുതി വെച്ചു. അപ്പൊ ഇവര് വന്ന് പറയുകയാണ്, ഈ MN റോയി അടക്കമുള്ള ആളുകൾ പറയാൻ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഞങ്ങൾക്ക് ഇന്ത്യ ഇല്ല. അപ്പോഴാണ് സത്യഭക്ത പറയുന്നത് എനിക്ക് ഇന്ത്യ ഉണ്ട്, എന്നാൽ നീ ഈ വേദിയിൽ നിന്ന് വെളിയിൽ പോകാൻ പറഞ്ഞിട്ടാണ് അയാളെ ആക്രമിച്ച് പുറത്താക്കുന്നത്. അപ്പൊ ഇന്ത്യ വേണ്ടാത്തവരാണ് ഈ ജിഹാദികൾ, ഇന്ത്യ വേണ്ടാത്തവരാണ് ഈ ഇടതുപക്ഷം. ആ ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ടാണ് ഈ ക്യൂബ അസോസിയേഷൻ. അതുകൊണ്ട് തന്നെയാണ് അവര് ഈ പാകിസ്ഥാന് വിളിച്ച പാകിസ്ഥാൻ ഭീകരവാദികളുടെ കൂടെ നിൽക്കുന്ന ഈ ഷഹീദ് അഫ്രീദിയെയും കൂട്ടരെയും ആ ഹാളിലേക്ക് കൊണ്ടുവന്നത്. ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, ഏപ്രിൽ 5-നാണ് ഇവര് ആ ഹാള് ബുക്ക് ചെയ്തെന്ന് പറയുന്നത് ശരി, പക്ഷെ 22-ന് പഹൽഗാം ഉണ്ടായതിനു ശേഷം അവിടെ ഒരു പരിപാടി, പാകിസ്ഥാനിലെ പരിപാടി, ആ പാകിസ്ഥാൻ ഹാളിൽ, ദുബായിലെ പാകിസ്ഥാൻ ഹാളിൽ ഒരു പരിപാടി നടത്താൻ പാടില്ലായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള കേരളീയരായിട്ടുള്ള വേറെ ഹാളുകളൊന്നും ഈ പറഞ്ഞ ദുബായിൽ കിട്ടാഞ്ഞിട്ടാണോ ഈ പാകിസ്ഥാനെ മാത്രം തിരഞ്ഞെടുക്കുന്നത്? യാതൊരു സംശയമില്ലാന്ന് ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ TV ഇത് ആഘോഷിക്കല്ലേ. ഷഹീദ് അഫ്രീദി ഇന്ന് പാകിസ്ഥാനിലെ ഹീറോ ആണ്. കാരണം മലയാളികൾ, ഇന്ത്യക്കാർ വിളിച്ചു കൊണ്ടുപോയി ഷഹീദ് അഫ്രീദിയെ എല്ലാ അർത്ഥതലങ്ങളിലും സ്വീകരിച്ചിരിക്കുന്നു. കാരണം കേരളത്തിൽ ഇവിടുത്തെ സമൂഹം പാകിസ്ഥാന്റെ കൂടെയാണ് എന്നവർ പ്രഖ്യാപിക്കുകയാണ്. പാകിസ്ഥാൻ TV ആഘോഷിക്കുകയാണ്. ഈ കള്ളന്മാർ, ഈ രാജ്യദ്രോഹികൾ, ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, ഈ പാവപ്പെട്ട 26 നിരപരാധികളായ സ്ത്രീകളെ വിധവകളാക്കിയ ഈ കൊടും ക്രൂരതയെ അനുകൂലിക്കുന്ന, ഈ കൊടും ക്രൂരതയോടൊപ്പം നിന്ന ഷഹീദ് അഫ്രീദിയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പാകിസ്ഥാനെ സ്വീകരിച്ചതിന് തുല്യമാണ്. ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇവനൊക്കെ കേരളത്തിലേക്ക് എന്തെങ്കിലും വന്നാൽ, ഇതിന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ വിവേക്, അവനെയൊക്കെ ഞങ്ങൾ ഓടിച്ചിട്ടടിക്കും. ആ ഒരു നിലവാരത്തിലേക്ക് ഈ കേരളം മാറും. ഇത് കേരളമാണെന്ന് ആഘോഷിക്കുന്ന ഇടതുപക്ഷം ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യാൻ വരും, ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാൻ വരും. പക്ഷെ രാജ്യസ്നേഹികൾ ഈ നാട്ടിലുണ്ട്.
രാമചന്ദ്രന്റെ മകൾ അടക്കമുള്ള അവരെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ കേരളീയരായിട്ടുള്ള രാജ്യസ്നേഹികളുണ്ട്. ഓടിച്ചിട്ടടിക്കും, അവിടെ താമസിച്ചോട്ടെ, ഇനി വേണ്ട, അവൻ്റെ കുടുംബത്തെ പറ്റിയും അവൻ്റെ കുടുംബത്തെ ആൾക്കാരെ പറ്റിയും അവനടക്കമുള്ള ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ചിന്തിക്കാൻ വേണ്ടി ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വിടില്ല എന്ന് യാതൊരു സംശയവുമില്ല. രാജ്യസ്നേഹികൾക്ക് ഏറെ അപമാനമുണ്ടാക്കുന്ന, മലയാളികൾക്ക് അപമാനമുണ്ടാക്കുന്ന പ്രസ്താവനയും മലയാളികൾക്ക് അപമാനമുണ്ടാക്കുന്ന സ്വീകരണവുമാണ് അവർ നടത്തിയത്. ഇവരെ ഇനി കേരളത്തിൽ വേണ്ട.